ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് തിളപ്പിച്ച പാല് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ പച്ചപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഇതാണ് കേട്ടോ, സ്റ്റാറിൻ്റെ ഷേപ്പുള്ള ഒരു ഇതാണ്, മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആകൃതിയിലാണ് കേട്ടോ ഞാൻ ബ്രെഡ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഒരു നല്ല എന്താ പറയുക, നല്ലൊരു ഭംഗിയൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അച്ച് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മോൾഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഈ ബ്രെഡ് നമുക്ക് സ്ലൈസായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് എല്ലാം ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകളായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ലൈക്ക് അടിക്കാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ആ ലൈക്ക് കൂടി ഒന്ന് അടിക്കണം കേട്ടോ. ഇനി ഞാനിത് മിക്സിലേക്ക് ഓരോ ബ്രെഡ് പീസുകളായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വേഗം ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ എല്ലാം നമുക്ക് ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. വലിയ പാനാണെങ്കിൽ എല്ലാം നമുക്ക് ഇതിലേക്ക് തന്നെ ഒറ്റ ട്രിപ്പിന് തന്നെ ഉണ്ടാക്കി കഴിയാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഇത് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മുടെ പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ. ബ്രെഡ് വെച്ച് നമ്മൾ മുഴുവൻ ബ്രെഡ് വെച്ചിട്ടല്ലേ ഇങ്ങനെ ചെയ്യാറ്. ഇതിപ്പോൾ ചെറിയതാവുമ്പോൾ അവർക്കും അതൊരു ഇഷ്ടപ്പെടും. ചെറിയ സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ പൂക്കളിൻ്റെയോ ഒക്കെ ആവുമ്പോൾ അവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നും കേട്ടോ. അതാണ്ടോ, ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. മുട്ടയും പാലും പഞ്ചസാരയും ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.